മഴതോരും മുമ്പയുടെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഏഷ്യാനെറ്റ് നല്ല അടിപൊളി ഭാഗങ്ങളൊക്കെ തന്നെയാണ്. ബാലചന്ദ്രനെ അന്വേഷിച്ച് നമ്മുടെ സ്റ്റാൻലി ജോസഫ് നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ പടി കറന്ന് കയറി വരുന്നൊരു ഭാഗമാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. സ്റ്റാൻലിനെ കാണുമ്പോൾ ബാലചന്ദ്രൻ ചെറുതായിട്ടൊന്ന് അമ്പരക്കുന്നുണ്ട്. പക്ഷെ വൈജയന്തി അവിടെ ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അയാൾ അവിടെ ഫ്രണ്ടിലേക്ക് അയാൾ കയറി ചെല്ലാണ്. അപ്പം നമ്മുടെ ബാലചന്ദ്രനോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പക്ഷേ അലീനനെ കൊണ്ടുപോകാൻ തന്നെ വന്നതാവാനാണ് ചാൻസ്. കാരണം അലീന അപ്പോഴത്തേനും കൊല്ലപ്പള്ളിയിലേക്ക് യാത്ര പറയാൻ പോയിരിക്കുകയായിരുന്നു. മുത്തശ്ശിനെയും മനുവിനെയും അതുപോലെ തന്നെ വൈജയന്തിനെ കണ്ട് രണ്ട് വർത്താനം പറയാൻ വേണ്ടി പോയാണ്. അങ്ങനെ വൈജയന്തി മുത്തശ്ശിനോടാണ് ആദ്യം യാത്ര പറയുന്നത്. മുത്തശ്ശി ഇങ്ങനെ കൈ എടുത്തിട്ട് തലയിൽ വയ്ക്കും. അലീനയുടെ കൈ എടുത്ത് തലയിൽ വയ്ക്കും. സത്യങ്ങളെല്ലാം അറിയാലോ. നിസ്സഹായമാണ്. അതുകൊണ്ട് തന്നെ സഹായിക്കാനും കഴിയില്ല. തൻ്റെ മകളുടെ ജീവിതമല്ലേ, അതുകൊണ്ട് തന്നെ പിടിച്ചു നിർത്താനോ തള്ളിക്കളയാനോ പറ്റാണ്ട് ആ മുത്തശ്ശി നമ്മുടെ അലീനയോട് കണ്ണ് നിറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മനുവിനോടും മനു ഭയങ്കര സങ്കടത്തോടെയാണ് അലീനയ്ക്ക് യാത്രാനുമതി നൽകുന്നത്. വൈജയന്തിയുടെ മുറിയിലേക്കും ചെല്ലുന്നുണ്ട്. വൈജയന്തി പറയും, നീ അനുഭവിക്കൂടി, നീ അനുഭവിച്ചിട്ടേ പോവുള്ളൂ, എൻ്റെ കുടുംബജീവിതം തകർക്കാൻ വന്ന രാക്ഷസി, അങ്ങനെ ഒരുപാട് മോശപ്പെട്ട വാക്കുകളൊക്കെ സംസാരിക്കും. അപ്പോൾ അലീനയ്ക്ക് സഹികെട്ട് അലീന കരഞ്ഞുകൊണ്ട് പറയും, നിങ്ങളും ജീവിച്ചിരുന്നില്ലേ 22 വർഷങ്ങൾക്ക് മുന്നേ ആഗ്രയിൽ ഒരു ജീവിതം ആണൊരുത്തൻ്റെ കൂടെ എന്ന് ചോദിക്കും. അത് കേട്ടോടുകൂടി നമ്മുടെ വൈജയന്തി ആകെ ഷോക്കായിട്ട് ഇത് എങ്ങനെ അറിഞ്ഞു എന്നുള്ള നിലയ്ക്ക് ആകെ അമ്പരന്നിങ്ങനെ ഞെട്ടിധരിച്ച് നിൽക്കണ്. അപ്പോൾ അത് കൂട്ടത്തിൽ ഒരു വാക്കും കൂടെ പറയുന്നുണ്ട്, സ്വപ്നമാണോ സത്യമാണോ എന്ന് നമുക്കറിയില്ല, പക്ഷെ സത്യം തന്നെയാണ്. കാരണം അലീന ഇറങ്ങാൻ നേരത്തിൽ പറയുന്ന മാഡം എൻ്റെ അമ്മയായിരുന്നു എന്ന് പറയും. അതോടുകൂടി വൈജയന്തി ആകെ ഷോക്കായിട്ട് നിൽക്കണ്. തിരിച്ച് മറുപടി പറയാനോ അലീനനെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ കഴിയാത്ത വിധം തകർന്നു പോകുന്നു വൈജയന്തി. എന്തായാലും പ്രമോയുടെ ക്യാപ്ഷൻ തന്നെ അങ്ങനെയാണ്, ഒടുവിൽ ആ സത്യം വൈജയന്തി അറിയുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ വൈജയന്തി ആകെ ഷോക്കായിട്ട് നിൽക്കണ്. ഞാൻ പോകണ്, ഇനി എന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അലീന തിരിഞ്ഞിറങ്ങി നടന്നു നീങ്ങുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ രോഹിത്തിനോടൊക്കെ യാത്ര പറയുന്ന രോഹിത്ത് സങ്കടത്തോടെ തന്നെയാണ് യാത്ര അനുമതി കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ബബിത കിച്ചണിൽ പോയി നിന്ന് പൊട്ടിക്കരയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ഭയങ്കര വിഷമാവും ആ ഭാഗം കാണുമ്പോൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.